ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഇ മെയിൻ 2025 ജനുവരി സെഷനിലെ കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ കോംപ്ലക്സ് നമ്പർ പൊതുവെ പല ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കോംപ്ലക്സ് നമ്പറിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ചിലപ്പോൾ കോംപ്ലക്സ് നമ്പറിന് ആയിക്കോളുന്നില്ല. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പിന്നെ അങ്ങനെ പല വെറൈറ്റി ഓഫ് ചാപ്റ്റേഴ്സുമായിട്ട് ചേർന്നിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പറിന് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ പേടിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, നമുക്ക് 2022 ജനുവരി ഷിഫ്റ്റ് 1 വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Z1, Z2 and Z3 be three complex numbers on the circle mod Z equal to 1. mod Z equal to 1 എന്നുള്ള ഒരു സർക്കിൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് നമുക്ക് ഇൻഫർ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, മോഡ് Z മൈനസ് സി ഈക്വൽ ടു ആർ എന്നുള്ളത് ഒരു സർക്കിളാണ് നമുക്കറിയാം, വിത്ത് സെൻറ്റർ സി ആൻഡ് റേഡിയസ് ആർ. ഇതാണ് ആ സർക്കിൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ മോഡ് Z ഈക്വൽ ടു 1ൻ്റെ റേഡിയസ് ഈക്വൽ ടു 1 ആണ്, സെൻറ്റർ അറ്റ് 0, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സർക്കിളായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും സർക്കിൾ എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. ആൻഡ് വിത്ത് ആർഗ് Z1, അതിൽ Z1, Z2, Z3 എന്നുള്ളത് ഈ സർക്കിളിന്റെ മേലുള്ള പോയിന്റ്സ് ആണെന്നുള്ളത് പറഞ്ഞു. വിത്ത് ആർഗ് Z1 ഈക്വൽ ടു -π/4. അപ്പോൾ Z1 എന്നുള്ളത് എവിടെയാണ്? Z1 എന്നുള്ളത് എവിടെയാണ്? ഇത് Z1. അതേപോലെ തന്നെ ആർഗ് Z2 ഈക്വൽ ടു 0. അപ്പോൾ Z2 എന്നുള്ളത് ഇതാണ്, ഈ പോയിന്റ് ആണ്. ഓക്കെ, അത് റിയൽ നമ്പർ ആണ് Z2 എന്നുള്ളത്. Z3 ഈക്വൽ ടു π/4. ആർഗ് Z3 ഈക്വൽ ടു π/4. ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി Z1 ഈക്വൽ ടു ആർ, അതായത് 1 ഇൻറ്റു ഇ പവർ മൈനസ് π/4. Z2 ഈക്വൽ ടു 1 ആണ്. Z3 ഈക്വൽ ടു ആർ ഇൻറ്റു ഇ പവർ π/4, അതായത് ഇ പവർ i π/4, പവർ മൈനസ് i π/4 ഇ പവർ i π/4. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് Z1 ഇൻറ്റു Z2 ബാർ പ്ലസ് Z2 ഇൻറ്റു Z3 ബാർ പ്ലസ് Z3 ഇൻറ്റു Z1 ബാർ ആണ്. ആദ്യം നമുക്ക് Z1 ഇൻറ്റു Z2 ബാർ കണ്ടു നോക്കാം. Z1 എന്ന് പറഞ്ഞാൽ എന്താ? ഇ പവർ മൈനസ് i π/4. Z1 ഇൻറ്റു Z2 ബാർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ കോൺജുഗേറ്റ് എന്നുള്ളത് 1 തന്നെയാണ്. അപ്പോൾ ഇ പവർ മൈനസ് i. ഇനി Z2 ഇൻറ്റു Z3 ബാർ. Z2 എന്ന് വെച്ചാൽ 1 ആണ്, Z3 എന്ന് വെച്ചാൽ ഇ പവർ i π/4 ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇ പവർ മൈനസ് i π/4. സോ ദിസ് ഈക്വൽ ടു അഗെയിൻ ഇ പവർ മൈനസ് i. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? Z3 ഇൻറ്റു Z1 ബാർ. Z3 ഇൻറ്റു Z1 ബാർ. Z3 എന്ന് വെച്ചാൽ ഇ പവർ i π/4 ആണ്. എന്താണ് Z1? Z1 ഈക്വൽ ടു ഇ പവർ മൈനസ് i π/4. Z1 ബാറോ? അതിൻ്റെ കോൺജുഗേറ്റ് ഇ പവർ i π/4. So this is equal to e power i π/4 and e power i π/4, e power i π/2, which is equal to nothing but i. അപ്പോൾ Z1 ഇൻറ്റു Z2 ബാർ നമുക്ക് കിട്ടി, Z2 ഇൻറ്റു Z3 ബാറും കിട്ടി, Z3 ഇൻറ്റു Z1 ബാറും കിട്ടി. ഹോൾ സ്ക്വയർ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ മോഡുലസ് ഓഫ് Z1 ഇൻറ്റു Z2 ബാർ ഇ പവർ മൈനസ് i π/4, Z2 ഇൻറ്റു Z3 ബാർ വീണ്ടും ഇ പവർ i മൈനസ് i π/4 പ്ലസ് Z3 ഇൻറ്റു Z1 ബാർ എന്ന് പറഞ്ഞാൽ i, റൈറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് i π/4 എന്ന് പറഞ്ഞാൽ കോസ് മൈനസ് i π/4, സോ 1/√2 മൈനസ് i/√2 പ്ലസ് 1/√2 മൈനസ് i/√2 പ്ലസ് i ഹോൾ സ്ക്വയർ, റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2 പ്ലസ് 1/√2 എന്താണ്? 2/√2 അഥവാ √2. i/√2 മൈനസ് i/√2 മൈനസ് √2i പ്ലസ് i ഹോൾ സ്ക്വയർ, റൈറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് √2 മൈനസ് ഓഫ് i ഇൻറ്റു 1 മൈനസ് √2. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് √2 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് √2 ഹോൾ സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് ഈക്വൽ ടു √2 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് √2 സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 മൈനസ് 2 √2 ഈക്വൽ ടു 5 മൈനസ് 2 √2. ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ √2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫ എത്രയാണ്? 5 ആണ്. ബീറ്റ എത്രയാണ്? -2 ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 29.
So 29 is the right answer. Okay. Right. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Let the curve z into 1 plus I plus z bar into 1 minus I equal to 4, where z is a complex number. Divide the region mod z minus 3 less than or equal to 1. Mod z minus 3 equal to 1 എന്ന് പറഞ്ഞാൽ എന്താ? സെന്റർ 3 0ലുള്ള റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് mod z minus 3 equal to 1 എന്നുള്ളത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള ഭാഗം നമ്മൾ ഒരു ക്വാഡ്രന്റ് പ്ലെയിനിന് നമ്മൾ കോംപ്ലക്സ് പ്ലെയിന് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ z ഈക്വൽ ടു 3 സെന്റർ ആയിട്ടുള്ള റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ, z ഈക്വൽ ടു 3 സെന്റർ ആയിട്ടുള്ള റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ, ഇത് 3 0 ആണ്. ഓക്കെ, ഇത് എത്ര ആയിരിക്കും? അപ്പോൾ റേഡിയസ് 1 ആകുമ്പോൾ ഇത് 2 0 ആയിരിക്കും. ഓക്കെ, നൗ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ഈ ഒരു മുഴുവൻ ഇന്റീരിയർ വരും അല്ലേ, അതാണ് മോഡ് z മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് z ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു z ബാർ ഇൻറ്റു 1 മൈനസ് ഐ ഈക്വൽ ടു 4 എന്നുള്ളത് ഈ റീജിയനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ലെറ്റ്സ് ടേക്ക് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ z ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് z ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് ഐ 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് ഐ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു ഐ സ്ക്വയർ വൈ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1, സോറി മൈനസ് വൈ. ഓക്കെ, പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ വൈ ഇൻറ്റു വൈ മൈനസ് വൈ, വീണ്ടും ഐ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ഈക്വൽ ടു 4. ഇവിടെ ഐ എക്സ് മൈനസ് ഐ എക്സ് 0, ഐ വൈ മൈനസ് ഐ വൈ 0. അപ്പോൾ അതിൻ്റെ ടേംസ് ഒക്കെ പോയി. എക്സ് പ്ലസ് എക്സ് 2x, 2 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. വാട്ട് ഈസ് ദിസ്? ഈ കർവ് എന്താണ്? ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ഈ ഒരു സർക്കിളിനെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഏതാണ് സ്ട്രെയിറ്റ് ലൈൻ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ലൈൻ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. മൈനസ് വൈ ഈക്വൽ ടു 2. ഓക്കെ, സോ വൈ ഈക്വൽ ടു എക്സ് മൈനസ് 2. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അപ്പോൾ സ്ലോപ്പ് 1 ആയിട്ടുള്ള സി എന്നുള്ളത് വൈ ഇന്റർസെപ്റ്റ് -2 ആയിട്ടുള്ള ഒരു ലൈൻ. വൈ ഇന്റർസെപ്റ്റ് ഇവിടുന്ന് തുടങ്ങിയിട്ട് 2 0 ഈ സർക്കിളിന് എവിടേക്കായിരിക്കും ഇത് ടച്ച് ചെയ്യുക? 2 0 നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ വൈ ഈക്വൽ ടു 0 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈ ഒരു പോയിന്റിലൂടെ എന്ത് ചെയ്യും? ഇത് കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ പോകുന്നൊരു സ്ട്രെയിറ്റ്. അടുത്ത പോകുന്ന പോയിന്റ് ഏതാ? അതായത് നമ്മുടെ സർക്കിൾ എന്നുള്ളത് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് സർക്കിൾ എന്നുള്ളത്. അടുത്തത് ഈ സർക്കിൾ ടച്ച് ചെയ്യുന്ന അടുത്ത പോയിന്റ് എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് ഈ 3 ഇവിടെ മേലെ എവിടെയായിരിക്കും എന്നുള്ളത് 3 മൈനസ് 1 ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ 3 1 എന്നുള്ളൊരു പോയിന്റിലും എന്ത് ചെയ്യും? ഇത് കടന്നു പോകും. ഓക്കെ, അപ്പോൾ 3 1 2 0 എന്നുള്ള പോയിന്റിലൂടെ കടന്നു പോകും. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ഇട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു ഇൻഡ്യൂഷനിലൂടെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സർക്കിളിനെ 2 പാർട്സ് ആക്കി മാറ്റി. അതിനെ ഒന്നുകൂടി അടിപൊളിയായിട്ട് ഞാനൊന്ന് വരച്ചു തരാം. ഓക്കെ, 3 0 ഡയമെൻഷൻസ് നോക്കണ്ട. 2 0 3 1. ഈ സർക്കിളിനെ ഇത് 2 ഭാഗമായിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്നുള്ളത്. ഈ പാർട്ടിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്നുള്ളത് അത് π/4 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്നുള്ളത് π/4 ആയിരിക്കും. കാരണം ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ πr² = π ആണ് അല്ലേ? കാരണം റേഡിയസ് 1 ആണ്.
ഈ പൈ ബൈ ഫോറിൽ നിന്ന് ഇപ്പം ഞാൻ ഈ ഒരു ട്രയാങ്കിൾ സി എ ബി എന്ന് എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു അതേപോലെ തന്നെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റും 1 ആണ്, റൈറ്റ്? സോ 1/2. ഓക്കെ, സോ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ, ഫസ്റ്റത്തെ ഒരു സെക്ടറിന്റെ ഏരിയ എന്നുള്ളത് പൈ ബൈ ഫോർ മൈനസ് 1. ഓക്കെ, രണ്ടാമത്തെ ഒരു ഭാഗം, അപ്പോൾ ആൽഫ എന്നുള്ളത് ആൽഫ ഈക്വൽ ടു പൈ ബൈ ഫോർ പ്ലസ് 1. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3/4 ഓഫ് ദ സർക്കിൾ പ്ലസ് ഈ 3/4 ഓഫ് ദ സർക്കിൾ പ്ലസ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്നുള്ളത്. 3/4 ഓഫ് ദ സർക്കിളിന്റെ ഏരിയ എന്താ? 3π/4 പ്ലസ് ട്രയാങ്കിളിന്റെ ഏരിയ വീണ്ടും 1. അപ്പോൾ മോഡ് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? 3π/4 പ്ലസ് 1/2 മൈനസ് π/4 മൈനസ്, റൈറ്റ്? സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് ഈക്വൽ ടു 3π/4 മൈനസ് π/4 എന്ന് പറഞ്ഞാൽ 2π/4 അഥവാ π/2, 1/2 മൈനസ് മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ പ്ലസ് 1 പ്ലസ് 1 π/2 പ്ലസ് 1 ഈസ് ദ 1 പ്ലസ് π/2. ഓക്കെ, ആക്ച്വലി സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ് z bar minus I by 2z bar plus I equal to 1/3 and z element of a complex number be the equation of a circle with center at C. Okay, if the area of the triangle whose vertices are at point 0, 0, alpha 0 and C is, C എന്ന് പറഞ്ഞ സർക്കിളിന്റെ സെന്റർ ആണ്, is 11 square units, then alpha square. അപ്പോൾ ഇതിനൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാം. ഈക്വൽ ടു 1/3. അപ്പോൾ ഇത് നമ്മൾ 3 ഇൻറ്റു മോഡുലസ് ഓഫ് z ബാർ മൈനസ് ഐ ഈക്വൽ ടു മോഡുലസ് ഓഫ് 2z ബാർ. നമുക്ക് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ മൈനസ് ഐ ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. So this is nothing but 3 into x minus I into y plus 1 plus equal to 2x plus I into 1 minus 2y. ഈ മോഡുലസ്, റൈറ്റ്? ഫസ്റ്റത്തെ മോഡുലസ് എടുക്കുമ്പോൾ 3 into square root of x square plus 1 plus y whole square is equal to, അപ്പുറത്ത് എടുക്കുമ്പോൾ 4x square plus 1 minus 2y. രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്താൽ 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് 4x സ്ക്വയർ പ്ലസ് 1 മൈനസ് 2y ഹോൾ. എക്സ്പാൻഡ് ചെയ്താൽ 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 1 ടു 4x സ്ക്വയർ പ്ലസ് 1 പ്ലസ് 4y സ്ക്വയർ മൈനസ്, ഈ ഒരു സൈഡിലോട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് കൊടുത്താൽ 9x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ 5x സ്ക്വയർ, 9y സ്ക്വയർ മൈനസ് 4y സ്ക്വയർ 5y സ്ക്വയർ. പിന്നെ 9 ഇൻറ്റു 2y എന്ന് പറഞ്ഞാൽ 18y, 18y പ്ലസ് 4y 22y, 9 മൈനസ് 1 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ plus y square plus 22/5y plus 8/5 equal to. So this is of the form x square plus y square plus 2gx plus 2fy plus c equal to 0, which is the equation of a circle. ഈ equation of the circle ന്റെ മൈനസ് ജി മൈനസ് എഫ് ആണ് സെന്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ സെന്റർ എന്താണ്? മൈനസ് ജി എന്ന് പറഞ്ഞാൽ 0 തന്നെ, എക്സിന് കോഎഫിഷ്യന്റ് ഇല്ല 0, മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ -11/5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഏതെല്ലാമാണ്? 0, 0, ആൽഫ 0, മൈനസ് 11/5, 0, -11. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്നുള്ളത് 11 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ എത്രയാണ് എന്നുള്ളത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു 11/5 ഇൻറ്റു ആൽഫ. ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 ക്യാൻസൽ ചെയ്താൽ ആൽഫ ഈക്വൽ ടു 10. ആൽഫ സ്ക്വയർ എത്ര? 100. 100 ഈസ് ദ റൈറ്റ് ആൻസർ. 100 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം.
The number of complex numbers z satisfying mod z equal to 1 and z by z bar plus z bar by z equal to mod z equal to 1 എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അതൊരു സർക്കിൾ ആണ്. റൈറ്റ്. ഇനി z by z bar plus z bar by z equal to 1. എന്താണ് മോഡ് z equal to 1 എന്ന് പറഞ്ഞാൽ എന്താ? x square plus y square equal to 1 എന്ന് പറഞ്ഞ സർക്കിൾ ആണ്. ഓക്കെ. ഇനി z by z bar plus z bar by z, ഇത് നമ്മൾ ചെയ്യുമ്പോൾ z into z, z square plus z bar square mod of z square plus z bar square is equal to modulus of z into z bar. z into z bar എന്ന് പറഞ്ഞാൽ മോഡ് z square ആണ്, നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ. നമ്മളിത് ചെയ്ത് നോക്കിയാൽ z square പ്ലസ് മോഡ് z square എന്നുള്ളത് 1 ആണ്, അത് നമുക്കറിയാം. റൈറ്റ്. മോഡ് z square എന്നുള്ളത് 1 ആണ്. z square എന്ന് പറഞ്ഞാൽ x square പ്ലസ് 2ixy പ്ലസ് i square y square, അതായത് മൈനസ് y square പ്ലസ് z bar square എന്ന് പറഞ്ഞാൽ x minus iy all square. മൈനസ് iy all square എന്ന് പറയുമ്പോൾ x square മൈനസ് 2ixy, ഇനി മൈനസ് iy square എന്ന് പറയുമ്പോൾ again minus equal to 1 or equal to 1. അതായത് x square plus 2xy മറ്റു രണ്ടും ക്യാൻസൽ ആയിപ്പോയി. 2 into x square minus y square modulus equal to 1. അതായത് x square minus y square equal to plus or minus 1. x square minus y square equal to plus or minus 1. ഇതൊരു സർക്കിൾ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇതെന്താണ്? ഇത് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. ഈ രണ്ട് ഹൈപ്പർബോളയുടെ ഇക്വേഷൻസ് ആണ്. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ക്വാഡ്രന്റ് പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കിത്? ഇതാണ് സർക്കിൾ. ഓക്കെ. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ y square minus x square equal to 1, x square minus y square equal to half ഇങ്ങനെ കിട്ടും. y square minus x square equal to half നമുക്ക് ഇങ്ങനെ കിട്ടും. എത്ര പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ ഇത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന 8 പോയിന്റ്സ് ആണ് നമ്മളെ സംബന്ധിച്ച്. 8 പോയിന്റ്സ് ആണ്. സോ 8 ഈസ് ദ റൈറ്റ് ആൻസർ. 8 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. If alpha and beta are the roots of the equation. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി കോർഡിനേറ്റ് ജോമെട്രി കാര്യം വന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ 2z square minus 3z minus 2i equal to 0. Okay. Right? 2z square minus 3z minus 2i equal to 0. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റിയൽ പാർട്ട് ഓഫ് 16 into റിയൽ പാർട്ട് ഓഫ് സംതിങ് ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സംതിങ്. അതിൽ ആൽഫ റൈസ് ടു 19, ആൽഫ റൈസ് ടു 11, ആൽഫ റൈസ് ടു 15 ഒക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഇൻഡ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 19ഉം 15ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും വരുന്നത് ഒരു 4 ആണ്. 15നോട് 11നോട് 4 കൂട്ടിയാൽ 15 ആയി, 15നോട് 4 കൂട്ടിയാൽ 19 ആയി. അപ്പോൾ ഒരു ആൽഫ റൈസ് ടു 4 പ്ലസ് ബീറ്റ റൈസ് ടു 4 സംതിങ്ങിലോട്ട് നമുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് പോകേണ്ട ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്, നമ്മൾ ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2z സ്ക്വയർ മൈനസ് 2i ഈക്വൽ ടു 3z. 2 ഞാൻ പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു z മൈനസ് i, 2z ഇൻറ്റു z മൈനസ് i ഈക്വൽ ടു 3z. ഓക്കെ, sorry, 2 into z square minus i equal to, ഇനി z കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 into z minus i by z equal to 2 into z minus i by z equal to 3, z minus i by z equal to 3/2. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആൽഫയും ബീറ്റയും ആണ് ഇതിൻ്റെ റൂട്ട്സ് എന്നുള്ളത് നമുക്കറിയാം. ഈ ഇക്വേഷൻ നമ്മളൊന്ന് ആൽഫ ഇട്ട് നോക്കിയാലോ. ആൽഫ മൈനസ് ആൽഫ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ, ഈക്വൽ ടു സ്ക്വയർ ചെയ്യാം. ആൽഫ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ഇൻറ്റു ഐ പ്ലസ് മൈനസ് ഐ ബൈ ആൽഫ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9.
ബൈ അപ്പോൾ ആൽഫ സ്ക്വയർ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആൽഫ സ്ക്വയർ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ ആൽഫ ആൽഫ ക്യാൻസൽ ചെയ്താൽ -2i ഓക്കെ. അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 9/4 പ്ലസ് ഇതേപോലെ നമുക്ക് ബീറ്റ സ്ക്വയർ മൈനസ് 1 ബൈ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 9/4 പ്ലസ് 2i എന്ന് എഴുതാൻ പറ്റും. കാരണം ആൽഫയും ബീറ്റയും രണ്ടും എന്ത് ചെയ്യണം, ഇത് സാറ്റിസ്ഫൈ റൈറ്റ്. സോ ആൽഫ സ്ക്വയർ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 9/4 പ്ലസ് ഇത്ര നമുക്കറിയാം. ഇനി ഇതിനെ ആൽഫ റൈസ് ടു 4 ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടി സ്ക്വയർ ചെയ്യുക. സോ ആൽഫ സ്ക്വയർ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9/4 പ്ലസ് 2i. നമ്മൾ ചെയ്ത് നോക്കിയാൽ ആൽഫ റൈസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ റൈസ് 4 മൈനസ് 2 ഇൻറ്റു ആൽഫ സ്ക്വയർ ഇൻറ്റു 1 ബൈ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയറും 1 ബൈ ആൽഫ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി റൈറ്റ്. ഈക്വൽ ടു 9/4 81/16 മൈനസ് 4 പ്ലസ് 9/4 into 2i into 2. Okay. So alpha raised to 4 plus 1 by alpha raised to 4 equal to 81/16. ഇവിടെ നമുക്ക് 81/16 ഇതിൽ -4 പ്ലസ് 2 -2 റൈറ്റ്. ഇനി ഇവിടെ 4 ക്യാൻസൽ ആയി പ്ലസ് 9i. ദിസ് ഈസ് ഈക്വൽ ടു 81 മൈനസ് 32 49/16 പ്ലസ് അപ്പോൾ ആൽഫ റൈസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 49/16 പ്ലസ് 9i ആണ്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബീറ്റ റൈസ് ടു 4 പ്ലസ് 1 ബൈ ബീറ്റ റൈസ് ടു 4 എന്താണ് 49/16 പ്ലസ് 9. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താ 16 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് alpha raised to 19 plus beta raised to 19 plus alpha raised to 11 plus beta raised to 11 by alpha raised to 15 plus beta raised to 15. ഒരേ കാര്യത്തിന്റെ തന്നെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട്. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് നമുക്ക് ആദ്യം നിർത്തി നോക്കാം. ആൽഫ റൈസ് ടു 19 പ്ലസ് ബീറ്റ റൈസ് ടു 19 പ്ലസ് ആൽഫ റൈസ് ടു 11 പ്ലസ് ബീറ്റ റൈസ് ടു 11 ബൈ ആൽഫ റൈസ് ടു 15 പ്ലസ്. ഇതെന്താ സംഭവം, ദിസ് ഈസ് നത്തിങ് ബട്ട് ഇതിൽ നിന്ന് ഒരു ആൽഫ റൈസ് ടു 15 പുറത്ത് എടുത്താൽ ആൽഫ റൈസ് ടു 15 ഇൻറ്റു ആൽഫ റൈസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് ബീറ്റ റൈസ് ടു 15 ഇൻറ്റു ബീറ്റ റൈസ് ടു 4 പ്ലസ് 1 ബൈ ബീറ്റ ബൈ ആൽഫ റൈസ് ടു 15 പ്ലസ് ബീറ്റ അല്ലേ, ശരിയല്ലേ. ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ആൽഫ റൈസ് ടു 15 പുറത്ത് എടുത്തു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് രണ്ടും എന്താണ് ആൽഫ റൈസ് ടു 4 പ്ലസ് ബീറ്റ റൈസ് ടു 4 ആൽഫ റൈസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ റൈസ് ടു 4ഉം ബീറ്റ റൈസ് ടു 4 പ്ലസ് 1 ബൈ ബീറ്റ റൈസ് ടു 4ഉം സെയിം ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു എം എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു 15 ഇൻറ്റു എം പ്ലസ് ബീറ്റ റൈസ് ടു 15 ഇൻറ്റു എം ബൈ ആൽഫ റൈസ് ടു 15 പ്ലസ് ബീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു ഇതാണ് എം അല്ലേ. എം ഈസ് നത്തിങ് ബട്ട് ആൽഫ റൈസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ റൈസ് ടു 4 അല്ലെങ്കിൽ ബീറ്റ റൈസ് ടു 4 പ്ലസ് 1 ബൈ 4. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 16 ടൈംസ് റിയൽ പാർട്ട് ഓഫ് എം ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് എം. എം എന്താണ്, എം ആൽഫ റൈസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ റൈസ് ടു 4 അല്ലെങ്കിൽ ബീറ്റ റൈസ് ടു 4 പ്ലസ് 1 ബൈ ബീറ്റ റൈസ് ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു 49/16 പ്ലസ് 9. ഓക്കെ, അപ്പോൾ 16 ഇൻറ്റു റിയൽ പാർട്ട് എന്താണ് 49/16, ഇമാജിനറി പാർട്ട് എന്താണ് 9. 16 പോയി 9 ഇൻറ്റു 49 എന്ന് പറയുമ്പോൾ 490 മൈനസ് 49 equal to 441. 441 is the right answer, option A. നമുക്ക് കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് O be the origin. വീണ്ടും ജോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പറിലെ ജോമെട്രി നമ്മൾ നന്നായി പഠിക്കണം എന്നുള്ളത് നമുക്ക് കോംപ്ലക്സ് നമ്പറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. O be the origin, point A be z1 into √3 plus 2 √2i. Point B be such that √3 into mod z2 equal to z1, mod z1. അല്ലെങ്കിൽ mod z2 equal to mod z1 by √3. അതായത് mod z1ന്റെ √3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ ബൈ √3 ചെയ്താൽ നമുക്ക് mod z2 കിട്ടും. ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് z2 ഇത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് പൈ. ഞാൻ ഒരു ആർഗൻ പ്ലെയിനെ ഞാൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ
z1 ഈക്വൽ ടു √3 പ്ലസ് 2 റൂട്ട് 2 ആയി. ഇതാണ് z1 √3, 2 റൂട്ട് 2. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ ആർഗ്യുമെന്റ് എന്താണ്? 2 റൂട്ട് 2 ബൈ √3 എന്തോ ആകട്ടെ, ലൈക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതിൽ നിന്ന് π/6 കൂട്ടണം. ഓക്കെ, അതിൽ നിന്ന് π/6 കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് z കിട്ടുന്നത്. ആൻഡ് എന്താണ്? z1 ബൈ √3 ആണ് നമുക്ക് ചെയ്യേണ്ടത്. മോഡ് z1 എന്താ? റൂട്ട് ഓഫ് √3 സ്ക്വയർ 3 പ്ലസ് 2 റൂട്ട് 2 സ്ക്വയർ 8 ഈക്വൽ ടു √11 ആണ്. അപ്പോൾ മോഡ് z1 എന്താ? സോറി, മോഡ് z2 എന്താ? റൂട്ട് ഓഫ് ഇത് √11 ആണ്, ഇത് റൂട്ട് ഓഫ് 11/3 ആണ്. ഓക്കെ, ഈ ആംഗിൾ എത്രയാണ്? π/6. π/6 ആണ്. z2 എന്ന് പറഞ്ഞാൽ z1 പ്ലസ് √3 ആണ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ലെറ്റ്സ് കോൾ ഇറ്റ് ട്രയാങ്കിൾ OAB. ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ABO, റൈറ്റ്? യെസ്, ABO, യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതേപോലെ തന്നെ ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആണോ ആംഗിൾഡ് ഐസോസ്ലസ് ആണോ എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്തത് നമ്മളോട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഏരിയ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് OA എന്താന്നുള്ളത് നമുക്ക് അറിയാം, നമുക്ക് OB എന്താന്നുള്ളത് അറിയാം, നമുക്ക് അതിനുള്ള ഇടയിലുള്ള ആംഗിൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു √11 ഇൻറ്റു √11 ബൈ √3 ഇൻറ്റു സൈൻ π/6. അല്ലേ, നമുക്കൊരു ട്രയാങ്കിൾ ABC ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് B, ഇത് C ആണെന്നുണ്ടെങ്കിൽ ഹാഫ് BC സൈൻ A ആണ് ആംഗിൾ എന്നുള്ളത്. രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. So this is equal to half into 11 by √3 into sin π/6 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ, 11 by 4 √3 ആണ്. ഇതും തെറ്റാണ്, ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ, ഇനി ഇത് ഒരു സ്കെലീൻ ട്രയാങ്കിൾ ആണോ അതോ ഒബ്റ്റ്യൂസ്ഡ് ആംഗിൾഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. 1ഉം 3ഉം ശരിയല്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ AB എത്രയാണെന്നുള്ളത് കണ്ടെത്തിയാൽ മതി. അപ്പോൾ AB എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? AB സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ മൈനസ് 2OA OB കോസ്, അല്ലേ? നമുക്ക് കൊസൈൻ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. കൊസൈൻ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. OA സ്ക്വയർ എന്ന് പറഞ്ഞാൽ √11 സ്ക്വയർ 11 പ്ലസ് OB സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11/3 മൈനസ് 2 ഇൻറ്റു √11 ഇൻറ്റു √11 ബൈ √3 ഇൻറ്റു കോസ് π/6 എന്ന് പറഞ്ഞാൽ √3/2. √3 ക്യാൻസലായി, 11 പ്ലസ് 11/3 2 ക്യാൻസലായി, മൈനസ് 11. ദിസ് ഈസ് ഈക്വൽ ടു 11/3. അപ്പോൾ AB എന്നുള്ളത് എന്താണ്? AB എന്നുള്ളത് റൂട്ട് ഓഫ് 11/3 ആണ്. AB എന്നുള്ളത് റൂട്ട് ഓഫ് 11/3 ആണ്. അപ്പോൾ ആക്ച്വലി എന്താണ്? നമുക്ക് OB ഈക്വൽ ടു AB ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്, ഒബ്റ്റ്യൂസ്ഡ് ആംഗിൾഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ആംഗിൾ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം, നമ്മളിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് ഓപ്ഷൻ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ഓക്കെ, ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് മാത്രം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൽഫ പ്ലസ് ഐ ബീറ്റ ആൻഡ് ഗാമ പ്ലസ് ഐ ഡെൽറ്റ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3 മൈനസ് 2i ഇൻറ്റു എക്സ് മൈനസ് 2i മൈനസ് 2 ഈക്വൽ ടു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫ പ്ലസ് ഐ ബീറ്റയും ഗാമ പ്ലസ് ഐ ഡെൽറ്റയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു b² മൈനസ് 4ac ഞാൻ ആദ്യം കണ്ടെത്താം. ഓക്കെ, b² മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2i സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2i മൈനസ് 2, മൈനസ് ഓഫ് 2i മൈനസ് 2 ആണ്, അതുകൊണ്ട് പ്ലസ് ആക്കി. 9 മൈനസ് 4 9 മൈനസ് 4 മൈനസ് 12i പ്ലസ് 8i മൈനസ് is equal to മൈനസ് 3 മൈനസ് 4i. മൈനസ് 3 മൈനസ് 4i. ഇതിനെ ഞാൻ എഴുതുന്നൊന്ന് ശ്രദ്ധിക്കണേ. മൈനസ് 3 മൈനസ് 4iനെ ഞാൻ 1 മൈനസ് 4i മൈനസ് 4 എന്ന് എഴുതി. ശരിയല്ലേ?
കാരണം ഡിസ്ക്രിമിനന്റ് റൂട്ട് കാണുന്നുണ്ടെങ്കിൽ റൂട്ട് നമുക്ക് നേരിട്ട് ഇതിന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അതിനൊരു പോളാർ ഫോമിലോട്ടൊക്കെ മാറ്റിയിട്ട് കണ്ടുപിടിക്കണം, വിച്ച് ഇസ് അഗൈൻ എ ലോട്ട് ട്രിക്കിയർ. അതിനൊന്നും ആവശ്യമില്ല, നമുക്കൊന്ന് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് വരുത്തിയാൽ മതി. -3 ഞാൻ 1 - 4 എന്ന് എഴുതി. ദിസ് ഈസ് 1 സ്ക്വയർ minus 1 square plus 2y square -4 and 2y square എന്ന് എഴുതി, minus 1 into 2 into ഇതല്ലേ, അതാണ് -4. So this is nothing but this is equal to 1 minus 2y whole square. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? x equal to, അല്ലെങ്കിൽ നമ്മുടെ റൂട്ട്സ് എന്നുള്ളത് x equal to -b 3 minus 2y plus or minus root of 1 minus 2y whole square by 3 minus 2y plus or minus 1 minus 2y by 2. അപ്പോൾ നമുക്കിവിടെ രണ്ട് ആൻസേഴ്സ് നമുക്ക് കിട്ടും. 3 plus 1 4 minus 4i by 2 2 minus 2i, or 3 minus 1 2 by 2 1 2i minus 2i minus minus 2i 0. alpha equal to, sorry, alpha plus I beta equal to 2 minus 2i, gamma plus I delta equal to 1. Alpha equal to 2, beta equal to -2, gamma equal to 1, delta equal to 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഇൻറ്റു ഗാമ എന്ന് പറഞ്ഞാൽ 2, ബീറ്റ ഇൻറ്റു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0, ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഡെൽറ്റ ഈക്വൽ ടു 2 ഈസ് ദ 2 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നിങ്ങൾ വീണ്ടും ചെയ്യാവുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ കൺഫ്യൂഷൻസ് ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് മോഡുലസ് ഓഫ് z - 8 - 2i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് z1 മൈനസ് എന്താണ്? ഇത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സർക്കിളിന്റെ ഇന്റീരിയർ അടക്കമുള്ള ഭാഗമാണ് ഇത് എന്നുള്ളത്. സർക്കിളിന്റെ സെന്റർ ഇരിക്കുന്നത് 8,2ലാണ്. 8,2 സെൻട്രൽ ഒരു സർക്കിളാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് -2 പ്ലസ് z2 മൈനസ് ഓഫ് 2 - 6i. അപ്പോൾ 2, -6 സെൻട്രലുള്ള അടുത്തൊരു സർക്കിളാണ്. മിനിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് z1 മൈനസ് z1 മൈനസ് z2ന്റെ മിനിമം വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജോമെട്രി ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ്, നമ്മൾ ആദ്യം ഈ സർക്കിൾ നമ്മൾ വരക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. 8,2 സംവെയർ ഹിയർ ആയിരിക്കും. ഇതാണ് 8,2. ഓർ കൂടി റിയലിസ്റ്റിക് ആയി വരക്കുകയാണെങ്കിൽ സംവെയർ ഹിയർ 8,2. അടുത്തത് 2, -6 somewhere here 2, -6. എന്താ ചോദിച്ചിട്ടുള്ളത്? മോഡുലസ് ഓഫ് z1 മൈനസ് z1 എന്നുള്ളത് ഈ സർക്കിൾ ഒരു പോയിന്റ് ആണ്, z2 എന്നുള്ളത് ഈ സർക്കിൾ ഒരു പോയിന്റ് ആണ്. ഇതിന്റെ മോഡുലസ് ഓഫ് z1 മൈനസ് z2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു സർക്കിൾസ്. ഇത് പല രീതിയിലാവാം അല്ലെ, സർക്കിളിന്റെ പല പോയിന്റ്സിനനുസരിച്ച് വൈരി ചെയ്യാം. ഇതിന്റെ ഏറ്റവും മിനിമം, ഈ ഡിസ്റ്റൻസിൽ ഏറ്റവും മിനിമം ഏതായിരിക്കും? ഈ രണ്ട് സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതായിരിക്കും. ശരിയല്ലേ? ഇതായിരിക്കും ഏറ്റവും മിനിമം വാല്യൂ. ബാക്കിയൊക്കെ ഇതിനേക്കാളും കൂടും. ഓക്കെ, രണ്ട് സർക്കിൾസിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്തിട്ട് ആ സെന്ററിന്റെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു R1 ഉണ്ട്, ഇവിടെ ഒരു R2 ഉണ്ട്, അത് രണ്ടും കുറച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? റൂട്ട് ഓഫ് 8 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 - -6 ഹോൾ. 8 - 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 പ്ലസ് 64 ഈക്വൽ ടു റൂട്ട് 100 ഈക്വൽ ടു 10. ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് 10 ആണ്. ഇനി നമുക്ക് സർക്കിൾസ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് റേഡിയസും കുറച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്നുള്ളത് 10 മൈനസ് ആദ്യത്തെ സർക്കിളിന്റെ റേഡിയസ് 1, രണ്ടാമത്തെ സർക്കിളിന്റെ റേഡിയസ് 2 ഈക്വൽ ടു 7 ആണ് വാല്യൂ എന്ന്. ഓക്കെ, സോ നമുക്ക് ഡൂവബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിക്കണം, ജോമെട്രി അപ്ലൈ ചെയ്യണം, ഇരുന്ന് ആലോചിക്കണം, ഈസിലി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. And this is the last question. Let integers a, b element of -3, 3 such that a plus b not equal to 0. a plus b equal to 0 അല്ല. അപ്പോൾ അതായത് എക്കും ബിക്കും ഓപ്പോസിറ്റ് സിഗ്നൽസ് ഇതെല്ലാം ഉള്ളത്. ആൻഡ് ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് പെയർസ് a, b ഫോർ വിച്ച് മോഡ് z മൈനസ് എ ബൈ z പ്ലസ് ബി ഈക്വൽ ടു 1. അതായത് മോഡ് z മൈനസ് എ ഈക്വൽ ടു മോഡ് z പ്ലസ് ബി, അതായത് മോഡ് z മൈനസ് എ ഈക്വൽ ടു മോഡ് z മൈനസ് ബി. അതായത്
എയും മൈനസ് ബിയും തമ്മിലുള്ള പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു പെർപെൻഡിക്കുലർ അല്ലേ, ഒരു പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലറിന്റെ ഒരു സ്വഭാവം അപ്പോൾ എന്തായിരിക്കും? ആ പെർപെൻഡിക്കുലർ ഏതിലൂടെ ആയിരിക്കും കടന്നു പോവുക? അത് എ പ്ലസ് മൈനസ് ബി ബൈ ടൂലൂടെ ആയിരിക്കും കടന്നു പോവുക. അതായത് എ മൈനസ് ബി ബൈ ടൂലൂടെ ആയിരിക്കും ഇത് കടന്നു പോവുക. ഈ എ മൈനസ് ബി ബൈ ടൂന് ഏതൊക്കെ ഇൻറ്റിജർ വാല്യൂ വരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കണ്ടുപിടിച്ചാൽ എ മൈനസ് ബി ബൈ ടൂന് ഏതെല്ലാം ഇൻറ്റിജർ വാല്യൂ കണ്ടുവരും. പക്ഷെ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ട് എന്താണ്? ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. ആ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഡിറ്റർമിനന്റ്? ഡിറ്റർമിനന്റ് z പ്ലസ് 1 ഒമേഗ സ്ക്വയർ ഒമേഗ z പ്ലസ് ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ 1 z പ്ലസ് ഒമേഗ. ഇവിടെ നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് ട്രാൻസ്ഫോം ചെയ്യണം. R1 ടു R1 പ്ലസ് R2 പ്ലസ് R3 കൂടി കൂട്ടുക. z പ്ലസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്താ? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 z ആയി. ഒമേഗ പ്ലസ് വീണ്ടും അതേപോലെ ആവർത്തിക്കും. z ആയി മേലെ. താഴെ ഒമേഗ z പ്ലസ് ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ 1 z പ്ലസ് ഒമേഗ. ഇനി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. എങ്ങനെ? C2നെ C2 മൈനസ് C1ഉം റൈറ്റ് C3യെ C3 മൈനസ് C1ഉം ചെയ്യാം. C2നെ C2 മൈനസ് C1ഉം C3യെ C3 മൈനസ് C1ഉം ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടുക z ഒമേഗ സ്ക്വയർ. ഇവിടെ 0 ആയി. നമുക്ക് വേറെ എന്താണ് നമുക്ക് കിട്ടുക? 0 ആയി. z പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ. അടുത്തതിൽ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇവിടെയും 0 ആയി. 1 മൈനസ് ഒമേഗ. പിന്നെ z പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ. ഈ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാണുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു z ഇൻറ്റു ഇത് നിങ്ങൾ നോക്കൂ, z പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഇൻറ്റു z മൈനസ്, ഞാനൊരു മൈനസിനെ പുറത്തേക്ക് എടുത്താൽ ഒമേഗ സ്ക്വയർ മൈനസ് 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ്. ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ ടോട്ടൽ ടേം നമുക്ക് z സ്ക്വയർ എന്ന് കിട്ടും. സോ വിച്ച് വിൽ ഗെറ്റ് z ക്യൂബ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. z ക്യൂബ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? z ഈക്വൽ ടു 1, ഒമേഗ. ഇതാണ് പോസിബിൾ സൊല്യൂഷൻസ്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്? എന്നുള്ളത് a മൈനസ് ബി ബൈ 2 ഈക്വൽ ടു എന്തായിരിക്കണം? അതായിരിക്കും റിയൽ പാർട്ട് ഓഫ് ആ ഒരു സെറ്റ് എന്ന്. ശരിയല്ലേ? a മൈനസ് ബി ബൈ 2 ആയിരിക്കും നമ്മൾ മൈനസ് ബിയും എയും ലൈൻ സെഗ്മെന്റിന്റെ നടുവിലുള്ളത് a മൈനസ് ബി ബൈ 2. അതിന്റെ റിയൽ പാർട്ട് എന്നുള്ളത് a മൈനസ് ബി ബൈ 2 എന്നുള്ള പോയിന്റ് ആയിരിക്കും. a മൈനസ് ബി ബൈ 2 എന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് z ഈക്വൽ ടു 1 എടുക്കാം. കേസ് 1 z ഈക്വൽ ടു 1 എടുക്കാം. z ഈക്വൽ ടു 1 എടുത്താൽ റിയൽ പാർട്ട് ഓഫ് z എന്താണ്? 1 തന്നെയാണ്. സോ a മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 1 ആണ്. a മൈനസ് ബി ഈക്വൽ ടു 2 ആണ്. a ഈക്വൽ ടു b പ്ലസ് 2 ആണ്. അപ്പോൾ a ഈക്വൽ ടു b പ്ലസ് 2 ആകുമ്പോൾ നമ്മൾ റേഞ്ച് എന്താ? -3,3യിലുള്ള ഇൻറ്റീജേഴ്സ് ആണ് എയും ബിയും എലമെന്റ് ഓഫ്. അപ്പോൾ അങ്ങനെ എലമെന്റ് ഓഫ് ആകുമ്പോൾ ബിയുടെ വാല്യൂ എന്തൊക്കെ വരാം? ബിയുടെ വാല്യൂ -3 മുതൽ 1 വരെ വരാം. കാരണം 2 ആയി കഴിഞ്ഞാൽ എയുടെ വാല്യൂ 4 ആയി മാറി. പറ്റില്ല. അപ്പോൾ ബിയുടെ റേഞ്ച് എന്നുള്ളത് ആക്ച്വലി ബി എലമെന്റ് ഓഫ് -3, 1ലുള്ള ഇൻറ്റിജർ ആണ് ബി എന്നുള്ളത്. ഇതാണ് നമ്മുടെ കേസ് 1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബി ഈക്വൽ ടു -3 ആണെങ്കിൽ എ എന്താണ്? എ ഈക്വൽ ടു -3 പ്ലസ് 2 -1 ആണ്. ബി ഈക്വൽ ടു -2 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ആണ്. ബി ഈക്വൽ ടു -1 ആണെങ്കിൽ എ ഈക്വൽ ടു +1 ആണ്. ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു 2 ആണ്. ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഈക്വൽ ടു 3 ആണ്. ഇതിൽ ഈ സൊല്യൂഷൻ പറ്റില്ല, കാരണം a പ്ലസ് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് 4 കേസസ് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, അടുത്ത കേസ് എന്താ? കേസ് 2 എന്നുള്ളത് z ഈക്വൽ ടു ഒമേഗ മൈനസ് ഹാഫ് പ്ലസ് √3/2i അല്ലേ, അല്ലെങ്കിൽ -1/2 -√3/2i. രണ്ടായാലും എന്താണ്? -1/2 ആണ്. രണ്ടായാലും -1/2 ആണ് അല്ലേ? രണ്ടായാലും -1/2 ആകുമ്പോൾ എന്തായിരിക്കും? a മൈനസ് ബി ബൈ 2 ഈക്വൽ ടു -2
എ മൈനസ് ബി ഈക്വൽ ടു -1, എ ഈക്വൽ ടു ബി മൈനസ് 1. എ ഈക്വൽ ടു ബി മൈനസ് 1 എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് വാല്യൂസ് എടുക്കാൻ പറ്റും? ബി ഈക്വൽ ടു ബി എലമെന്റ് ഓഫ് ഒരു -2 മുതൽ b to 3 വരെ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുക്കാൻ പറ്റും. കാരണം -3 എടുത്താൽ -4 ആയി, അത് പറ്റില്ല. അപ്പോൾ ബി ഈക്വൽ ടു -2 ആണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? 3 ആണ്. ബി ഈക്വൽ ടു -1 ആണെങ്കിൽ എയുടെ വാല്യൂ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എയുടെ വാല്യൂ -1 ആണ്. ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എയുടെ വാല്യൂ 0 ആണ്. ബി ഈക്വൽ ടു 2 ആണെങ്കിൽ എയുടെ വാല്യൂ 1 ആണ്. ബി ഈക്വൽ ടു 3 ആണെങ്കിൽ എയുടെ വാല്യൂ 2 ആണ്. ഇവിടെ എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ 6 കേസ്. 6 + 4 ഈക്വൽ ടു 10 such cases will be there. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഇൻഡിജേഴ്സ്, ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് പെയർസ് എ ബി എത്രയാണ്? 4 + 6 ഈക്വൽ ടു 10 ആണ്. കോംപ്ലക്സ് നമ്പർ എന്നുള്ളത് അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ജോമെട്രി നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒമേഗ സ്ക്വയറുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നമ്മൾ നന്നായി പഠിച്ചിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോർഡിനേറ്റ് ജോമെട്രിയിലൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പലതും സോൾവ് ചെയ്യാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.